നഗരപരിധിയിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തണം. പോലീസിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് ഈ നിർദ്ദേശം. ചില നഗരങ്ങളിൽ ഗുണ്ടാ മാഫിയ ശക്തിപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഇന്നലെ രാത്രിയിൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണിത്. ഇന്നലെ ആയിരുന്നു പോലീസിൻ്റെ ഉന്നതതല യോഗം ചേർന്നത്. അവിടെയാണ് DGP വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇത്തരത്തിലുള്ള മാവോവാദികളുടെ ശക്തി കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഗുണ്ടാ മാഫിയകളുടെ വിളയാട്ടം ശക്തമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അദ്ദേഹം കൃത്യമായി അവിടെ പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ മാവോവാദികളുടെ സാന്നിധ്യം കേരളത്തിൽ ഭീഷണിയോട് തന്നെ നിലനിൽക്കുന്നു എന്നല്ലേ DGPയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്? പ്രജിത് മോഹൻ. വിനോദ, ഈ ഇടത് ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തന കേന്ദ്രം കാടുകൾ വിട്ട് നാടുകളിലേക്ക്, അതായത് നഗര കേന്ദ്രീകൃതമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് 2021 പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളും വന്നേ പുറത്തു വന്നതാണ്. പക്ഷേ സംസ്ഥാനത്ത് ആ പ്രവർത്തനങ്ങളെ ഒന്നും അമർച്ച ചെയ്യാൻ കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫലപ്രദമായി ഇടപെടൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ DGPയുടെ തുറന്നു പറച്ചിൽ കൂടി എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇത്രയധികം ഇടത് ഭീകര പ്രവർത്തനം വ്യാപിക്കുന്നു എന്നുള്ളൊരു കാര്യം DGP സംസ്ഥാന പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാരടക്കം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടൊരു അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യം കൂടി പരിഗണിച്ച് വേണം ഈ നിർദ്ദേശത്തെ നമ്മൾ കാണാൻ. കാരണം 2021 തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് വന്നിട്ടും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ, അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വളരെ സജീവമാണ്. കാട്ടിനുള്ളിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് സംഘടനകൾക്ക് അല്ലെങ്കിൽ ഒളിച്ചു കഴിയുന്ന മാവോയിസ്റ്റ് നേതാക്കന്മാർക്ക് പിന്തുണയും അവർക്ക് വേണ്ട സഹായങ്ങളും ആശയപ്രചരണവും ഒക്കെയാണ് ഈ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലിയായി കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ ഇപ്പോൾ അതിൽ കഴിഞ്ഞ നഗര കേന്ദ്രീകൃതമായി തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ, ഇടത് ഭീകര പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിന് കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വനത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ മാവോയിസ്റ്റ് നേതാക്കളിൽ ഭൂരിപക്ഷം ആളുകളും വധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് സേനകൾ പല സംസ്ഥാനങ്ങളിലും കർശനമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്തരം നടപടികൾ കേരളത്തിൽ അത്ര പോരാ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാട് വിട്ട് നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാവാൻ മാവോയിസ്റ്റുകൾ തീരുമാനമെടുക്കുന്നതും കൂടുതൽ അർബൻ മാവോയിസ്റ്റുകളുടെ തങ്ങളുടെ സ്വാധീന പരിധിയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതും. അതിൽ കുറേയൊക്കെ അവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഒരു സാഹചര്യം എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ DGPയുടെ ഈ നിർദ്ദേശം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അന്നേരം DGP പറഞ്ഞിരിക്കുന്നത് ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇടത് ഭീകര പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിക്കുന്നുണ്ട്. അതിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സമാന ചിന്താഗതിക്കാർക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൂടിയാണ് DGPയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. അതുപോലെ ഈ മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇടപെടലുകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശവും DGP നൽകിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള സാമൂഹിക രാഷ്ട്രീയ സംഘടനകളിൽ പോലും മനുഷ്യാവകാശ സംഘടനകളിൽ പോലും വലിയ രീതിയിൽ അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അതിനൊരു വ്യക്തത കൂടിയാണ് ഇപ്പോൾ DGP നൽകുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയൊക്കെ പിന്തുണ അർബൻ മാവോയിസ്റ്റുകൾക്ക് വ്യാപകമായി ലഭിക്കുന്നുണ്ട്. അത്തരം സംഘടനകളുടെ ഇടപെടലുകൾ കൂടിയാണ് ഇപ്പോൾ ഈ അർബൻ മാവോയിസ്റ്റുകൾക്കും മാവോയിസ്റ്റ് ഇടത് ഭീകര സംഘടനകൾക്കും എല്ലാം ഇപ്പോൾ ഭാരതത്തിൽ ഫണ്ട് ലഭിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം ഫ്രിഞ്ച് എലമെൻറ്റ്സ് കൂടുതലായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവർ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലകളിലൊക്കെ കൂടുതൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളും സജീവമാക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും നവമാധ്യമങ്ങളിലടക്കം പ്രചാരണത്തിന് മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ വലിയ രീതിയിൽ ആശയപ്രചരണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. വിനോദ്.
പ്രജിത്ത്, അതോടൊപ്പം നമുക്കറിയാം ഈ ഗുണ്ട മാഫിയ അതിക്രമങ്ങൾ കൂടി വർദ്ധിക്കുന്നു എന്നുള്ളത് DGP വ്യക്തമാക്കുമ്പോൾ ഒരുപക്ഷെ ആഭ്യന്തര സുരക്ഷാ കാര്യത്തിൽ വന്ന ഒരു വീഴ്ച തന്നെയല്ലേ ഇത് കാരണമായത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തലസ്ഥാന നഗരത്തിലടക്കം ഗുണ്ടാ വിളയാട്ടം ഇങ്ങനെ നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയമാകുന്ന കാഴ്ച പലപ്പോഴും കാണാമായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതങ്ങനെ തന്നെയാണ് ഗൗരി പറയേണ്ടത്. കാരണം ഈ സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങൾ കുറേയായി. ഇതുവരെയും ഗുണ്ടാകളുടെ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മറുചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. കാരണം സംസ്ഥാന പോലീസ് മേധാവി തന്നെ പറയുന്നു, പല നഗരങ്ങളും കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത്. ഇവരെ അമർച്ച ചെയ്യാൻ വേണ്ടി കാപ്പ നിയമമടക്കമുള്ളവ ഫലപ്രദമായി ഉപയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾ മുൻകൈയെടുക്കണമെന്നും DGP അവലോകന യോഗത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കാപ്പ നിയമം പോലെ ശക്തമായൊരു നിയമം രാജ്യത്ത് നിലനിൽക്കെ കേരളത്തിൽ നിലനിൽക്കെ ആ വകുപ്പുകൾ ഉപയോഗിക്കാൻ, ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണമായ പരാജയം എന്ന് വേണമെങ്കിൽ പോലും വിമർശനം ഉയരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം വകുപ്പുകൾ ഉപയോഗിക്കണമെന്ന്, ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും ഒരു നിർദ്ദേശം നൽകിയാൽ മാത്രമേ ഇത്തരം നടപടികൾ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഈ ഗുണ്ടാ ആക്രമണങ്ങൾ സജീവമാകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. പലയിടത്തും അത്തരം അതിക്രമങ്ങൾ, സംഘം ചേർന്നുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കും ബർത്ത്ഡേ പാർട്ടികൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും അതിലൊക്കെ പോലീസുകാരടക്കം പങ്കെടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പല പോലീസുകാർക്കും ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന പോലീസിൽ തന്നെ ഒരു വിഭാഗം ഈ ഗുണ്ടാ സംഘങ്ങളുമായി വലിയ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഇത്തരം നിയമങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ആത്മപരിശോധന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മപരിശോധന നടത്താൻ തന്നെ DGP തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം തന്നെ കൃത്യമായി ഈ യോഗത്തിൽ പറയുകയാണ്, ചില പോലീസുകാരൊക്കെ ഗുണ്ടകളെ സഹായിക്കുന്നവരാണ്. അതായത് ഈ ഗുണ്ടകളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ഗുണ്ടകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ വളർത്തുന്നത് തുടങ്ങിയ തരത്തിലുള്ള ഒരു പരാമർശം പോലും DGPയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. എന്തായാലും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യുകയാണെന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൂടുതൽ പ്രശ്നങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിരുന്നു. പല സ്കൂളുകളും വിദ്യാലയങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ വളരെ രീതിയിൽ വളർന്നു വരുന്നു. ഇവരെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ജാഗ്രത വളർത്തേണ്ടതുണ്ട്. ഒട്ടനവധി നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ DGP പങ്കുവച്ചിരുന്നു. അതെ, പ്രകാശൻ വേലിക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകരും പറയുന്നത് അതുതന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിനോട് ചേർത്ത് വായിക്കണം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ലൈന് കുറുകെ ഈ ടെലിഫോൺ പോസ്റ്റ്, അതും ഈ മാവോയിസ്റ്റ് ബന്ധമുള്ളവരാണോ എന്നുള്ള അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോകും, ഈ ട്രെയിനിനെ പോലും അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ണൂരിൽ പോലീസ് പിടിച്ച പ്രതികളെ കൂട്ടം ചേർന്ന് CPMകാർ തന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെ ഗുണ്ടായുസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം സ്ഥിരീകരിക്കുകയാണ് DGP. ഇന്നലത്തെ പോലീസിൻ്റെ ഉന്നതതല അവലോകന യോഗത്തിൽ ഇത്തരം പ്രവണതകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു, അതിന് ജാഗ്രത കൂടുതൽ വേണം എന്നുള്ള നിലയിലാണ് പോലീസിൻ്റെ ഉന്നതതല യോഗത്തിലെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.